ഹലോ ഗായ്സ്. സോ ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ. ഫോർ ദാറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. സോ ഞാൻ ഓരോ ഫുഡ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ. ഇത് കണ്ടോ, ഇതാണ് സ്റ്റീംഡ് റൈസ്, ഇതാണ് ഫ്രൈഡ് റൈസ്, ആൻഡ് ഇതാണ് പാഡ് തായ് വിത്ത് എഗ്. നമുക്ക് ഫേമസ് പാഡ് തായ് അമ്മ ഇത് കഴിച്ചോട്ടെ, അത് ഭയങ്കര ഫേമസാണ്. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വിത്ത് കുക്ക് എന്തോ, ഇതിനെയാണ് സ്റ്റിർ ഫ്രൈഡ് ബോക് ചോയ് എന്ന് പറയുന്നത്. സ്വീറ്റ് ആൻഡ് സോർ സ്റ്റിർ ഫ്രൈഡ് ഫിഷ്. ആൻഡ് ഇതെന്താണ് കൂളു, ചിക്കൻ റൈസ് പോറിഡ്ജ്. ഓഫ്, ഇതിൻ്റെ ഇടയ്ക്ക് നീ കഞ്ഞി കുടിക്കുന്നോ? വാട്ട് എ കഞ്ഞി മാൻ. ആൻഡ് ഇവിടെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, എല്ലാ ഫ്രൂട്ട്സ് ഇല്ല ബട്ട് ആവശ്യത്തിന്. ആൻഡ് ബ്രെഡ് വേണവർക്ക് ബ്രെഡ്, ബട്ടർ വേണവർക്ക് ബട്ടർ, ജാം, ഫ്രൂട്ട്സ്, യോഗർട്ട് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് സാലഡ്. And here we have Unnu filling her juice. അപ്പോൾ ഇത് നോക്കട്ടെ, പാട്ടായി എടുത്തുണ്ടല്ലോ. ആൻഡ് ഇവിടെ ബുൾസൈ വേണ്ടവർക്ക് ബുൾസൈ. അങ്ങനെയാണ് നമ്മുടെ വ്ളോഗ്. ഇനി കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഉണ്ട്, ബട്ട് ഞാൻ എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സാധനം ട്രൈ ചെയ്യാനായിട്ട്. ഇത് പാട്ട, ഇത് ഫ്രൂട്ട്സ്, ഇത് ഫ്രൈഡ് റൈസ്, ഇത് സാലഡ്, ഇത് ചിക്കൻ, ഇത് ഫിഷ്. പറ്റില്ല നോക്കട്ടെ. ഫ്രൈഡ് റൈസ് പണ്ടത്തെ പോലെ വായ തുറക്കാൻ പറ്റില്ല, അതിൻ്റെ പ്രശ്നം കേട്ടോ. ഫ്രൈഡ് റൈസ് ഓക്കെ. എനിക്ക് ഫിഷ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. റൈസ് ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ ഫ്രൈഡ് റൈസും എഗ്ഗും കഴിച്ച് നോക്കാം. നല്ല ഞങ്ങളുടെ സാലഡ് ഡ്രസ്സ് വെച്ചോട്ടെ. ആ ക്രീമാണ് സാലഡ് ഡ്രസ്സ്. യമ്മാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇനി അടുത്ത സാധനം ട്രൈ ചെയ്യുമ്പം ഞാൻ എടുക്കുന്നതായിരിക്കും. അവരെന്താ കഴിക്കണം? ഇത് കഴിക്കേ, യോഗട്ടും ഫ്രൂട്ട്സ്, കോൺഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഗ്രാൻഡ് പാലസിലെത്തി. ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ. ഭയങ്കര റോയലാണ്. എന്താ ഗായ്സ്, സോ നൈസ്. നല്ല നല്ല ഫോട്ടോസ് കിട്ടുന്ന സ്ഥലമാണ്, നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ കവർ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഡാഡി എക്സ്പീരിയൻസ്? ഇതിൽ ഇത്രയും നല്ല ആർക്കിടെക്ചർ ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി? ശരിക്കും സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയ പോലെയൊക്കെ തോന്നിയോ? എന്തെങ്കിലുമൊക്കെ പറ, എന്റെ വ്ളോഗില് പറ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുറച്ച് ഒരു 5 സെന്റൻസിൽ പറ, കുറച്ച് വലുതായിട്ട് പറ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൈസ്, ഡാഡിക്ക് അത്രയും പറയാനുള്ളൂ. പക്ഷേ ഇത് ആക്ച്വലി നല്ല രസമാണ്. വലിയ വലിയ ടെമ്പിൾസ് കണ്ട എൻ്റെ ബാക്കിൽ നല്ല രസമുണ്ട് അത് കാണാൻ ആക്ച്വലി. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഗുഡ്. യു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കാരണം ഇത്രയും എന്താ പറയുക, ഇത്ര ഡെക്കറേറ്റീവായിട്ട് കൂർഗിൽ എൻ്റെ മിനി വേർഷനാണ്.
കുറച്ചും കൂടി എൻലാർജ്ഡ് വേർഷൻ ആയിരിക്കും ഇവിടെ. ഹലോ ഗൈസ്, ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു കട ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിവിടെ എന്താ ട്രൈ ചെയ്യാൻ പോണേ? ഫ്രൈഡ് ഡംപ്ലിങ്സ്. ഓക്കെ, ഫ്രൈഡ് ഡംപ്ലിങ്സ്. ഫ്രൈ ചെയ്തത് ഞാൻ കാനഡയിൽ കഴിച്ചിട്ടുണ്ട്. അത് ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് എന്താ? ഫ്രൈഡ് ഡംപ്ലിങ്സ് ആണ്. ഫ്രൈഡ് ഡംപ്ലിങ്സിൻ്റെ ഉള്ളിൽ എന്താ? പോർക്കാണ്. അത് ഞാൻ കഴിച്ചിട്ടില്ല. ചിക്കൻ എനിക്ക് ഇഷ്ടമാണ്, പോർക്ക് എനിക്ക് അറിയില്ല. ഫ്രൈഡ് പോർക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഫ്രൈഡ് പോർക്കാണ് എനിക്കിഷ്ടമല്ല. പിന്നെ അത് മറ്റേ ജെല്ലി ആയിരിക്കും അതിൻ്റെ അകത്ത്. ക്രിസ്പിന് ആ ജെല്ലി കഴിക്കും, ഞാൻ കഴിക്കില്ല. എനിക്കറിയില്ല, കഴിച്ചു നോക്കിയിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ പലരുടെയും പക്ഷെ നല്ല ക്യൂട്ടാണല്ലേ കാണാൻ. കാണിച്ചത് നല്ല ക്യൂട്ടായിട്ട് പറയണു. ഗൈസ്, ഇതാണ് നമ്മുടെ ഡംപ്ലിംഗ്, ഡ്രൈഡ് പോർക്ക് ഡംപ്ലിംഗ്. ടേസ്റ്റ് നോക്കണു. ഇഷ്ടപ്പെട്ടോ? നല്ല സോസാണ്. പറ, റിവ്യൂ പറ. ഫ്ലേവറാണ്, മോശമല്ല. വീഡിയോ ഓണൊക്കെ മറക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ പോർക്ക് ഡംപ്ലിംഗ്. ഇഷ്ടപ്പെട്ടാ? നല്ലതല്ലേ? അപ്പോൾ നമ്മളിനിയും റോഡ് ക്രോസ് ചെയ്ത് അടുത്ത ഫുഡ് ട്രൈ ചെയ്യാൻ പോവാം. ഓക്കെ, നല്ല രസമുണ്ട് നടക്കാൻ. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ, നല്ല ക്ലൈമറ്റ് അല്ലേ. നല്ല കുഴിയിൽ ഞാൻ വീഴില്ലേട്ടാ. ഗൈസ്, ഞങ്ങൾ അടുത്തൊരു സ്ട്രീറ്റ് ഫുഡിലേക്ക്. ഇവിടെ കുറെ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. നൂഡിൽസ് ആണ് മിക്കവാറും കഴിക്കണത്. ഐ തിങ്ക് ഇവിടെ അതിൻ്റെ ഫേമസ് സാധനങ്ങൾ നൂഡിൽസ് ആണ്. കുറെ സ്നാക്സ് ഉണ്ട്. ആൻഡ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കണ്ട എല്ലാവരും ആണ് പോർക്ക് റൈസ്, ലെഗ് റൈസ്. ചേട്ടനും കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞോ എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, ഇതാണ് ചിക്കൻ. ഓക്കെ, അല്ല ചോപ്സ്റ്റിക്സ് ഒന്നും വേണ്ട. എടി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമായിട്ട് കാണാൻ. ഇത് ഡെൽ ചേട്ടൻ്റെ ഫുഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. തണുപ്പാണെങ്കിൽ പയ്യെ കുടിച്ചാൽ മതി, പയ്യെ. ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് പാർക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ നല്ല ആവി പറക്കുന്ന നൂഡിൽസ്. പെൻസിൽ പോലെ പിടിക്കാം. ഞാൻ എങ്ങനെ എടുക്കാൻ പോവാ? എങ്ങനെ എടുത്താലും എന്താ, അപ്പൊ എങ്ങനെ എടുത്താലും എന്താ കുഴപ്പമില്ല. കഴിച്ചാ പോരെ, സാരില്ലടാ. ഞാൻ പോസ് ചെയ്തോ. ഞാൻ കിട്ടാ സാധനം മറ്റേ ഇത് ബീഫ് ഇതാ മറ്റേ സാധനം കൊള്ളാട്ടോ. നല്ലതല്ലേ? മോശം ഡാഡി വന്നു കുറേ ഉണ്ട് ഡാഡിക്ക്. ഡാഡിയുടെ കൊള്ളാം. സോസ് ഉണ്ടാവും അല്ലേ? കെച്ചപ്പ്. അതാണ് കിട്ടി. അയ്യോ, ഇത് സോസ് അല്ലല്ലോ. ഡാഡിയാൽ മോള് തന്നെ കേട്ടോ. ഡാഡിയുടെ കൊള്ളാമോ? And we are going to again try some 7-Eleven items. എന്താ സാധനം? കോട്ടൺ ക്യാൻഡി പിസ്താഷ്യോ. I'll try something else. ഇത് ബനാന മിൽക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഒരു റീൽ കണ്ടിട്ട് എനിക്ക് ഐസ്ക്രീമിൻ്റെ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇന്നലെ കിറ്റ്കാറ്റിൻ്റെ കഴിച്ചിട്ടില്ല. കിറ്റ്കാറ്റിൻ്റെ ആണ്. ഐ വോണ്ട് ടു ട്രൈ ദിസ്, സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് വൺ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഓക്കെ,
ഓക്കെ ഗൈസ്, കുറേ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട് എന്നുവെച്ചാൽ ഇവിടെ എല്ലാം നമുക്കിങ്ങനെ ലാഭത്തിന് കിട്ടും. ഞാൻ എന്തിങ്ങനെ പിമ്പിൾ ക്ലിയർ സാധനം കണ്ടായിരുന്നു, പക്ഷേ ഇവിടെ കാണാം. ഗൈസ്, ഞങ്ങൾ റൂമിലെത്തിയിട്ടൊക്കെ ട്രൈ ചെയ്തു. ഇത് ടിറാമിസു ആയിരുന്നു, തീർന്നു. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടാവും, ജപ്പാനീസ് മോച്ച. ആ സാധനം ഒരു മിനിറ്റ് തുറന്നപ്പോഴേക്കും തീർന്നു. ഞങ്ങൾ ലാസ്റ്റ് ഐറ്റാണ് ബ്ലൂബെറി ചീസ് കേക്ക്. എല്ലാവർക്കും അറിയാവുന്ന സാധനം, കഴിച്ച് മടുത്ത സാധനമാണ്. അത് അതുകൊണ്ട് പൊന്നത് കഴിക്കില്ല. ഡെൻചേട്ടാ എനിക്ക് തരില്ലേ? ഡെൻചേട്ടാ അവിടെ സപ്പോർട്ട് ചെയ്ത് ഒരു പീസ് പറയാം. എനിക്ക് കൂട്ടി പറയാം. ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം എങ്ങനെയുണ്ടല്ലോ. ഗൈസ് നിക്ക് ഞാൻ എടുക്കട്ടെ. കാര്യം എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ പറയെങ്കിലും ചില സാധനങ്ങൾ നല്ല ടേസ്റ്റ് ആട്ടോ പുള്ളിക്കാരൻ. ഇതാട്ടോ ഞാൻ അടുത്ത പീസ്. ഇച്ചിരി തരുമോ? എന്താ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയുണ്ട്? പോർക്ക്, ഇതാണ് പോർക്ക്. പിന്നെ അടിപൊളി ടേസ്റ്റ് ആണോ? പോർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെ എടുത്തു? ചിക്കൻ, ഹാം, എഗ്, വെജിറ്റബിൾസ്. ഹാം എങ്ങനെയാണെന്ന് നോക്കി പറഞ്ഞേ. എനിക്ക് എടുക്കണം വേണ്ടോ തീരുമാനിക്കാനാ. എനിക്ക് ഇഷ്ടമല്ല. ഇത് ഹാമും ചിക്കനോട് മിക്സ്ഡാ. നല്ല പൊന്നു ഇന്ത്യൻ ഫുഡ് എടുത്തിട്ടുണ്ടല്ലേ? Ladies and gentlemen, please clap your hands for this Malwa show! ആ ഷാർക്കെന്ന് പേരുള്ള വേറൊരു മീൻ. ഷാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഷാർക്കല്ല. കണ്ടാ എനിക്ക് കുറച്ചൊക്കെ അറിയാം.
വെൽക്കം ടു ഡേ 3. ലാസ്റ്റ് നൈറ്റാണ് ഞങ്ങൾ ഇവിടെ ബാങ്കോക്കിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ആക്കിയിട്ടില്ല. നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ആക്കിയിട്ടുണ്ട്, പക്ഷെ മാർക്കറ്റിലോട്ട് പോയിട്ടില്ല, നൈറ്റ് മാർക്കറ്റിലോട്ട്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത്, ഞാൻ നോക്കിയപ്പം പ്രട്ടൂണ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് കുറച്ച് ഫേമസ് ആണ്. അത് ഒരു ബയോക് ഹോട്ടൽ എന്ന് പറഞ്ഞതിൻ്റെ അടുത്താണ്. നടക്കണേന് ഒരു 17 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ ടുക്ക് വിളിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അതിലും വേണം നടക്കണ്ടെന്ന് ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇതാ കാണുന്നതാണ് ഈ ബയോക് ഹോട്ടൽ. അവിടെ എത്തണം നമ്മൾ. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? വാക്കിംഗ് വേയിലാണ്. നമുക്ക് അപ്പുറത്തെ വശത്തോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാം. സോ ഞാനിഞ്ഞും ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ്, അതവിടെ ഭയങ്കര ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും. ലാസ്റ്റ് ഡേ ആണ്. അമ്മയ്ക്ക് സങ്കടമാണോ ട്രിപ്പ് അവസാനിക്കണതിൻ്റെ? ഇഷ്ടപ്പെട്ട തായ്ലൻഡ് ട്രിപ്പ് ഓവറോൾ? വീട് മിസ് ചെയ്യണ്ട? തീർച്ചയായിട്ടും. ഇന്ന് അമ്മയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. ക്യൂട്ട് ഗേൾ ആയണ്ട് കേട്ടോ. വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഞങ്ങൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഏറ്റവും സ്പീഡ് നടക്കുന്ന ആളാണ് ആ പോണത്. എപ്പോൾ പോയാലും നമ്മളെക്കാളും ഒരു പടി 2 പടി 3 പടി 4 പടി മുന്നിലാണ് എപ്പോഴും ഡാഡി. നമ്മൾ ഓടിച്ച സമയത്ത് ഡാഡിയുടെ ഒപ്പത്തെ ഷൂലേസൊക്കെ ഊന്ന് പോയിട്ട് ഞാൻ കഥച്ചിട്ട് വരെയുണ്ട് ഡാഡിയുടെ ഒപ്പത്താനെ. ഡാഡിയുടെ ഷൂലേസിനെ പറ്റിയല്ല, എന്റെ ഷൂലേസിനെ പറ്റിയ പറഞ്ഞേ. ഞാൻ ഇതിനെ പറയണ്ട. ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയാം. എനിക്ക് ട്രിപ്പ് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എനിക്കിങ്ങനെ ഇവിടെ ഭയങ്കര നൈറ്റ് ലൈഫാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ 7-Eleven സ്റ്റോർ അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയി. ഐ വിഷ് നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഒരു 7-Eleven സ്റ്റോർസ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ. പിന്നെ ഇവിടുത്തെ ഫുഡുകളൊക്കെ നല്ലതാട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരുടെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റാണ്. വയറ് നിറയും, അന്ന് ഓവറായിട്ട് ഫില്ലല്ല, അങ്ങനെയൊക്കെ. ഹായ്, ഇത് നോക്കിയേ, ഒരു റെയിൽവേ ട്രാക്ക് റോഡിൻ്റെ ഇടയിൽ കൂടെ. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അത് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് കാണിച്ചു തന്നതാട്ടോ. നോക്കൂ, സ്ട്രീറ്റ് ഫുഡുകൾ നോക്കൂ. നമ്മളിപ്പോൾ നമ്മുടെ ലൊക്കേഷനിലോട്ടേക്ക് എത്താൻ ഒരു 500 മീറ്ററും കൂടി ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നൈറ്റ് മാർക്കറ്റ്. ഞാൻ നടന്ന് ഈ സ്ഥലത്ത് എത്തി. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ ലോങ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന സാധനം എനിക്ക് കിട്ടി. ഈ പാമ്പുകൾ എന്തെങ്കിലും തപ്പിക്കൊണ്ടിരുന്നത്. ദിസ് വൺ വി ആർ ഗോയിങ് ടു ബൈ. നമുക്കൊരു കിട്ടി ഗൈസ്. നമുക്കിവിടെ ചെരുപ്പ് കിട്ടി. ഇത് ക്രോക്സ് ആണ്. എത്രയാന്ന്? എത്ര ഇതിന്? ടോപ്പ് കളക്ഷൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളത്തെ പോലത്തെ ടോപ്സ് ഒക്കെ തന്നെ ഇവിടെ ഉള്ളത്. നല്ല പാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. നോക്ക്, കുറേ ബാഗുകളുണ്ട് അവിടെ. കണ്ടോ ഗൈസ്? ഇതാണ് ചെരുപ്പ് കാശ്. ഞാൻ ചെരുപ്പ് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഈ ബ്രൗൺ അല്ല, വേറെ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മേടിച്ചു. അയാൾക്ക് ഭയങ്കര ഒച്ചയുണ്ട്, എടുക്കാൻ പറ്റിയില്ല. ഒരു അടിപൊളി ഡ്രസ് കടയിൽ വന്നു. അടിപൊളി ഡ്രസ് കട അല്ലേ പുന്നു? യെസ്, എല്ലാവരും വിസിറ്റ് ചെയ്യണം ഇവിടെ വരുമ്പോൾ. ഇത് ഈ ഷോപ്പിംഗ് തീർന്നു. അതെ, ഞങ്ങളൊരു ഡ്രസ്സും കൂടി എടുത്തു. അത് നിങ്ങൾക്ക് ഞാൻ വേറൊരു ദിവസം ഇട്ട് കാണിച്ചു തരാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണോ ആക്ച്വലി? അത് എങ്ങനെ ചോദിച്ചേ? ഇതാണ് ഞങ്ങളുടെ ഫേമസ് 7-Eleven സ്റ്റോർ. ഇനി ഞങ്ങൾക്ക് 7-Eleven സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ എല്ലാ ടൈപ്പും ഫുഡും കിട്ടും, എല്ലാം കിട്ടും. ഡാഡിക്ക് ഇവിടുത്തെ പോർക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായത് ഞങ്ങൾ എടുത്തു. പിന്നെ
കൂട്ടത്തിൽ ഇവിടെ ഡ്രിങ്ക്സ്, എല്ലാ ഡ്രിങ്ക്സും കിട്ടും. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റ് ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാണ്. നല്ല ടേസ്റ്റ് അവിടുത്തെ എല്ലാ റൈസിനും. ആ കടയിൽ പോലും കഷ്ടമാണ്. കോർന്ന് പപ്പായ സാലഡാണ്. സ്പൈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇത് വൺ ഓഫ് ദ ക്ലീൻ ഡിഷാണ് ഇവിടുത്തെ. എങ്ങനെയുണ്ട് ഡെൻ ചേട്ടാ സാലഡ്? ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞങ്ങൾ പ്ലാറ്റിനം ഫാഷൻ മോൾ. ഞാൻ ChatGPT നോക്കിയപ്പം നല്ല സ്ഥലമാണെന്നാണ് കേട്ടത്. അമ്മ പൊക്കോട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും അടിപൊളി നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു അടിപൊളി മോളെന്ന് വെച്ചാൽ ഇത് എൻലെസ് മോൾ. ആക്ച്വലി ഭയങ്കര വലിയ മോള്. ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും പറഞ്ഞത് ഭയങ്കര വലുതാണ്. ഗൈസ്, ആദ്യമായിട്ട് ഞങ്ങൾ സ്ട്രീറ്റിൽ ഇരുന്ന ഫുഡ് കഴിക്കണം. ഇതുണ്ടോ? ഞാൻ ലിറ്ററലി നിലത്തിരുന്ന് തിന്നാണ്. പക്ഷെ നമ്മളൊരാളും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. അതാണ് ഈ നാടിന് പ്രത്യേകത. എടാ ഒന്ന് പിടിച്ചേടാ, എല്ലാവരും ഞാൻ ഒന്ന് കാണിക്കട്ടെ. ഞാൻ ഇരുന്നാണ് കഴിക്കുന്നത്. ഇത് നമ്മുടെ 7-Eleven സ്റ്റോറിൽ നിന്നാണ് ആക്ച്വലി. വേറെ വൈബാണ് ഗൈസ്, വൈബ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തോടെ ഞങ്ങളുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. വ്ളോഗ് ഫ്രം തായ്ലൻഡ് ഈസ് ഓവർ. ബൈ. ബൈ. Daddy, bye. ഇപ്പൊ തൊട്ട് അമ്മ സ്പെഷ്യലായിട്ട്